ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ദോശയും അതുപോലെ തന്നെ തക്കാളി ചട്നി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ചിക്കു വീട്ടിലുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ദോശയും തക്കാളി ചട്നിയും ഒത്തിരി ഇഷ്ടമാണ്. അതാകുമ്പോൾ കഴിച്ചോളും. നമ്മൾ പുട്ടൊക്കെ കൊടുക്കുന്നേക്കാളും ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ സാമ്പാറും ഒക്കെ ആണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശയും തക്കാളി ചട്നിയും ചിക്കുവിന് വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടിയിട്ട് മീൻകറി നേരത്തെ അല്ല തലേദിവസം തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ കുടംപുളി ഇങ്ങനെ വെള്ളത്തിൽ തിളപ്പിച്ച് അതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് കേട്ടോ. അത് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേ ദോശ ഞാൻ ചിക്കുവിന് വേണ്ടി മാത്രം ബട്ടർ ഇട്ടിട്ടാക്കും. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നോർമൽ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കുവിനുള്ള ദോശയൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ തക്കാളി ചട്നിക്ക് കുറച്ച് സവോളയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും തക്കാളിയും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ തന്നെയാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. നമ്മളൊരു പാൻ വയ്ക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, അതുപോലെ വെളുത്തുള്ളി ഇടണം, അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവോളയും കൂടി ചേർക്കുക, തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സവോള ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് അതൊന്ന് കുക്കായി വന്നതിന് ശേഷം വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അതൊന്ന് ചൂട് മാറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും തക്കാളി ചട്നി തയ്യാറായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തക്കാളി ചട്നിയിലേക്ക് കുറച്ച് കടുക് കൂടി വറുത്തിട്ട് കൊടുക്കുക. അപ്പോഴേക്കും തക്കാളി ചട്നിയായി. പിന്നെ ഞാൻ മാംഗോ ജ്യൂസാണ് ആക്കിയത് കേട്ടോ. ചായ ഒന്നും ആക്കിയിട്ടില്ലായിരുന്നു. മാംഗോ ജ്യൂസും കൂടി ആയപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോയിലൂടെ കാണുന്നത്.